പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണം നിർജീവാവസ്ഥയിലാണെന്ന് ശോഭന രാജൻ. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണ നേതൃത്വത്തിൻ്റെ പരാജയമാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ പാവപ്പെട്ടവർക്ക് വീട് ലഭിക്കാത്തതെന്നും വീടുള്ളവർക്ക് തന്നെ വീണ്ടും ലഭിക്കുന്നതിൻ്റെ കാരണം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള കളിയാണ് പഴയന്നൂർ പഞ്ചായത്ത് UDF ഭരണ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ ശോഭന രാജൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പൊറ്റ കോളനിയിലെ ചിന്നു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീടിൻ്റെ അവസ്ഥ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ്. അന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്ന കാലത്ത് കേരളത്തിലെ പിണറായി സർക്കാർ നടപ്പിലാക്കിയ ലൈഫ് മിഷൻ പദ്ധതിയിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് അപേക്ഷ സ്വീകരിക്കുകയും 265 ഗുണഭോക്താക്കൾക്ക് അന്ന് LDF ഭരണസമിതി, ഞാൻ ഉൾപ്പെടെയുള്ള ഭരണസമിതി ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗത്തിനും ജനറൽ വിഭാഗത്തിനും പട്ടികവർഗ വിഭാഗത്തിനുമായി 265ഓളം വീടുകൾ കൊടുത്തിട്ടാണ് ഈ ഭരണസമിതി ഇറങ്ങിപ്പോന്നിരിക്കുന്നത്. വീണ്ടും പിന്നീട് വന്ന UDFൻ്റെ ഭരണസമിതി ഈ ലൈഫ് മിഷൻ പദ്ധതി തുടർച്ചയായി ഇത് നടപ്പിലാക്കാനോ അർഹതപ്പെട്ടവരെ ഈ ലിസ്റ്റിലുള്ളവർക്ക് വീട് കൊടുക്കാനോ ഈ കോൺഗ്രസിൻ്റെ ഭരണസമിതി തയ്യാറായിട്ടില്ല. ഈ പാവപ്പെട്ട ജനങ്ങൾ വാസയോഗ്യമായ വീടില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണാധികാരിയോട് പോയിട്ട് വീടിൻ്റെ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അവർ വളരെ രാഷ്ട്രീയപരമായി വരുന്ന ജനങ്ങളെ കാണുകയും വളരെ പുച്ഛത്തോടു കൂടി തന്നെ അവരോട് ഇത് രാഷ്ട്രീയമായി കാണുകയുമാണ് ഇപ്പോഴുള്ള UDFൻ്റെ ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. LDF ഭരിക്കുന്ന സമയത്ത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ അർഹതപ്പെട്ട 265 കുടുംബങ്ങൾക്കാണ് കൊടുത്തത്. പക്ഷേ ഇപ്പോഴത്തെ ഭരണസമിതി UDFൻ്റെ ഭരണസമിതി അതിന് തയ്യാറാവുന്നില്ല. അവർ തികച്ചും രാഷ്ട്രീയമായിട്ടാണ് ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളോട് പെരുമാറുന്നത്. വീണ്ടും ഈ സർക്കാർ കുറച്ച് വീട് കൂടി നമ്മളുടെ ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ എല്ലാ ഗ്രാമപഞ്ചായത്ത് മുഖേനയും ഫണ്ട് കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ചിന്നുവിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് അപേക്ഷ തന്നു, രണ്ടാമത് വന്ന ഈ UDF എന്താ അട്ടിമറിക്കുകയാണ് ചെയ്തത്. പിന്നെ ചിന്നുവിൻ്റെ വിഷയത്തിൽ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായ എൻ്റെ കയ്യിൽ അപേക്ഷ തന്നു എന്നാണ് ആ സ്ത്രീ പറയുന്നത്. പക്ഷേ അന്ന് ഓൺലൈൻ വഴിയാണ് എല്ലാ അപേക്ഷകളും ലൈഫ് മിഷൻ പദ്ധതിയിൽ സ്വീകരിച്ചിരുന്നത്. ഒരു വ്യക്തിയുടെയും കയ്യിലല്ല അപേക്ഷ കൊടുത്തിരിക്കുന്നത്. അന്ന് ഓൺലൈൻ വഴി നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വന്ന ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ UDFൻ്റെ ഭരണസമിതി അത് അട്ടിമറിക്കുകയാണ് ഉണ്ടായത്, ലൈഫ് മിഷൻ പദ്ധതി നടപ്പിലാക്കാതെ.